ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്നിപ്പോൾ നിഫ്റ്റി രാവിലെ ഞാൻ പറഞ്ഞ ലെവലിൽ തന്നെ ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്യുന്നത്. അത് 24,820 ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഞാൻ രാവിലെ പറഞ്ഞത് 24,800 ഹോവർ ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. സോ ആ നിഫ്റ്റിൻ്റെ ലെവല് അതിൽ തന്നെ ഉണ്ട്. ഇപ്പം ഉച്ചക്ക് ഇപ്പോൾ 1:45 കഴിഞ്ഞ സമയം. ഇപ്പം 2 മണിക്കൂർ ട്രേഡിൽ ഇത്ര വലിയൊരു മൂവ്മെൻറ്റ് ഇന്ന് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്ന് എസ്പെഷ്യലി ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് ചെയ്ത് ചെറിയ നല്ല സ്റ്റോക്സുകളെ കുറിച്ച് ചർച്ച. ഇന്ന് ഞാൻ കണ്ടത് ഈ CDSL പറഞ്ഞ സ്റ്റോക്ക് അത് ഇന്ന് ഓൾമോസ്റ്റ് 48% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ അത് എക്സ് ബോണസ് ആണ്. 1:1 ബോണസ് കൊടുത്തിട്ടുണ്ട് CDSL. അപ്പോൾ CDSL ഇന്നലെ ചെയ്ത 2984 ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് 1463 വരെ പോയിട്ട് അത് ഇപ്പോൾ 1633 ചെയ്യുന്നുണ്ട് CDSL. പക്ഷേ ഈ CDSLൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ചെയ്ത് ഹൈലി വാല്യൂഡ് കമ്പനിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റോക്കൊക്കെ ഇനി കുറേ കറക്റ്റ് ചെയ്യാൻ ഇരിക്കുന്നു. കാരണം വെച്ചാൽ ഇഫ് യു ലുക്ക് അറ്റ് ദ പി ഇസ് 71 അതിൻ്റെ പി. ഇൻഡസ്ട്രി പി ഇസ് ഓൺലി 33. മാർക്കറ്റ് ക്യാപ് ടു സെയിൽ 37 ആണ് അതിൻ്റെ. സോ യു ക്യാൻ ഇമാജിൻ ദിസ് വെരി എക്സ്പെൻസീവ് ഓവർ വാല്യൂഡ് ഹൈലി ഓവർ വാല്യൂഡ് സ്റ്റോക്കാണ്. സോ ഞാനിതൊരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ കാണുന്നില്ല. പ്രൈസ് ഏർണിങ്സ് നോക്കുമ്പോൾ 71.3, പ്രൈസ് ടു ബുക്ക് വാല്യൂ 23 ടൈംസ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഈ സ്റ്റോക്ക് വാങ്ങിക്കാൻ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബൈ ഓൾസോ ദിസ് CDSL. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ഈ സിമെൻറ്റ് സ്റ്റോക്സിനെ കുറിച്ച് 2-3 ദിവസമേ പറയുന്നത്. സിമെൻറ്റ്, ACC, അംബുജനെ കുറിച്ച് രാവിലെ ഞാൻ പറഞ്ഞു. അംബുജ ഈ അഡാനി ഗ്രൂപ്പ്സ് തന്നെ അവർ കുറച്ച് അതിൻ്റെ സ്റ്റോക്ക് വിറ്റഴിക്കാൻ പോകുന്നത് 2%. പക്ഷേ ഇന്നിപ്പോൾ ഒരു ക്രിസിലിൻ്റെ മാർക്കറ്റ് റേറ്റിംഗ് ഏജൻസി ക്രിസിലിനെ അറിയാമായിരിക്കും. ഇത് വളരെ റെപ്യൂട്ടഡ് ഏജൻസിയാണ്. അപ്പോൾ ക്രിസിൽ പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ സിമെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ എക്സ്പെക്ട് ടു ഇൻവെസ്റ്റ് 1.25 ട്രില്യൺ ഇൻ കപ്പാസിറ്റി ബിൽഡിംഗ് ബിറ്റ്വീൻ ദ ഫൈനാൻഷ്യൽ ഇയർ FY25 and 27 ആണ്. സോ അവർ പറയുന്ന സിമെന്റിന് ദേ ആർ സീയിങ് ആസ് എ വെരി ഹെൽത്തി ഡിമാൻഡ് ഔട്ട്ലുക്ക് ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് സിമെന്റ് സ്റ്റോക്സ് ഞാൻ വിചാരിക്കുന്ന ഇനിയുള്ള കൊല്ലങ്ങളിൽ സിമെന്റ് സ്റ്റോക്സ് വളരെ ചെയ്യാൻ ഗോ. കാരണം നിങ്ങൾ ആലോചിക്കുക, സിമെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കും. സിമെന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിമെന്റ് എവറിത്തിങ് യു നീഡ് സിമെന്റ് ചെയ്യണം. സോ സിമെൻറ്റ് ഇൻഡസ്ട്രി തന്നെ കൺട്രോൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഡാനി തന്നെയാണ് മോസ്റ്റ്ലി സിമെൻറ്റ് ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഒരു ഇതെല്ലാം സിമെൻറ്റ് അൾട്രാടെക്കും ആൻഡ് അതർ സൈഡ് ഈസ് ഇവർ അഡാനിൻ്റെ കയ്യിലുണ്ട്. സോ അൾട്രാടെക് ഈസ് ഹാവിങ് എ മേജർ മാർക്കറ്റ് ഷെയർ. ഇപ്പോൾ ഇവരിപ്പോൾ സിമെൻറ്റിൽ തന്നെ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞത് അംബുജ സിമെൻറ്റും ACC ആണ്. ACC ഇപ്പോൾ ചെയ്യുന്നത് 2286. സി ഇഫ് യു ഗെറ്റ് ACC സംവെയർ അറൌണ്ട് 1800 now, ACC is a good buy. അതുപോലെ അംബുജ സിമെൻറ്റ് ഇഫ് യു ഗെറ്റ് സംവെയർ അറൌണ്ട് 450 ദാറ്റ് റേഞ്ച് ഒക്കെ നല്ലൊരു പ്രൈസ് തന്നെയാണ് അംബുജ സിമെൻറ്റിന്. സോ ബട്ട് സ്റ്റോക്ക് എന്ന് ചെയ്യുന്നത് അംബുജ സിമെൻറ്റ് ചെയ്യുന്നത് 645 ചെയ്യുന്നുണ്ട് അംബുജ സിമെൻറ്റ്. സോ ഇതാണ് സിമെൻറ്റ് സ്റ്റോക്സിനെ കുറിച്ചിട്ട് ഞാൻ കാണുന്നൊരു വ്യൂ. പിന്നെ ഇന്ന് ചെയ്ത നല്ലൊരു സ്റ്റോക്ക് ഭാരതി എയർടെൽ ആയിരുന്നു. ഓൾമോസ്റ്റ് ഭാരതി എയർടെൽ ഇപ്പോൾ 1500 റുപ്യേൻ്റെ അടുക്ക് എത്തി. ഞാൻ വിചാരിക്കുന്ന ഒരു 1560 വരെ തോന്നുന്നു എനിക്ക് ഭാരതി എയർടെൽ. പക്ഷേ ഇറ്റ് വോണ്ട് ഗോ നെക്സ്റ്റ് വീക്ക്. പക്ഷേ ഒരു കറക്ഷൻ ഉണ്ടാവും ഭാരതി എയർടെൽ. പക്ഷേ ഇറ്റ് ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ഇപ്പോൾ 1500 അടുക്ക സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞു ഭാരതി എയർടെൽ. പിന്നെ റിലയൻസ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. റിലയൻസിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ റിലയൻസ് 3025 റിലയൻസ് ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് റിലയൻസിൻ്റെ സ്റ്റോക്ക് നോക്കുകയെന്ന് വെച്ചാൽ സംവെയർ അറൗണ്ട് ഇപ്പോൾ ചെയ്യുന്ന റിലയൻസ് 3003. സോ 3025 വരെ അത് പോകുമെന്ന് പോകാൻ സാധ്യതയുണ്ട്. അത് 3025 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 3050 എടുക്കൂ. പക്ഷേ ഞാനിവിടെ ഒരു വലിയൊരു റെസിസ്റ്റൻസ് കാണുന്നത്. റിലയൻസ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഈ റേഞ്ചിലാണ് ചെയ്യുന്നത്. ഈ 3000 ടച്ച് ചെയ്യുന്നു, പിന്നെയും താഴ്ത്ത് വരുന്നു, പിന്നെയും 3000 പോകുന്നു. ഇന്നിപ്പോൾ അത് ഹൈ പോയത് 3022 വരെ പോയിരുന്നു. അതിൽ ഞാൻ കാണുന്ന ഒരു 3025 കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വാച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേറൊരു ന്യൂസ് വന്നു വെച്ചാൽ ഈ അനിൽ അംബാനി ബാൻ ഫ്രം സെക്യൂരിറ്റി മാർക്കറ്റ് ഫോർ 5 years ആൻഡ് ഈസ് ഫൈൻ 25 crores ബൈ സെബി എന്ന് പറഞ്ഞു. അതിനിപ്പോൾ അനിൽ അംബാനിൻ്റെ കമ്പനികൾക്കൊന്നും മാർക്കറ്റിൽ നിന്ന് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനല്ലേ, കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക. ഈ ബാങ്ക് ദാറ്റ് ടേക്സ് ഡിപ്പോസിറ്റ്, ബാങ്ക് പറയുന്നത് നിങ്ങളെടുക്കുന്ന ഡിപ്പോസിറ്റ് വാങ്ങിക്കാം ആൻഡ് യു ക്യാൻ വിഡ്രോ ഓൺ എനി ഡേ.
അങ്ങനെ ഒരു കണ്ടീഷൻ പോകുന്നത് ഞാനൊരു ഡെപ്പോസിറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് 5 കൊല്ലത്തെ ഡെപ്പോസിറ്റ് എടുക്കുക, അല്ലെങ്കിൽ 3 കൊല്ലത്തെ ഡെപ്പോസിറ്റ് വാങ്ങിക്കുക, 1 കൊല്ലത്തെ ഡെപ്പോസിറ്റ് വാങ്ങിക്കുക, ആൻഡ് ഐ വിൽ ഗിവ് യു ഇൻട്രസ്റ്റ് ആണ് സാറിന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബാങ്ക് പറയുന്നത്. ജസ്റ്റ് ആൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ജസ്റ്റ് ആൻ ഇമാജിൻ ഒരു ബാങ്ക് പറയുന്നത് ഞാൻ നിങ്ങൾ എടുക്കുന്ന ഡെപ്പോസിറ്റ് മേടിക്കുക, ബട്ട് വൺ കണ്ടീഷൻ യു ക്യാൻ വിഡ്രോ മണി എൻ എ ഡേ, ഐ വിൽ ഗിവ് യു ആൻ ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ്. ആ ദിവസം എത്ര ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ തരുമെന്ന് പറയും. സോ അങ്ങനെ ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യുക. സോ ജസ്റ്റ് ഇമാജിൻ, and what they will do, bank use the money to mortgage loans, and these mortgage loans they are not going to pay to the bank for 30 years. So just imagine what happens if all the depositors demand their money back on the same day. അങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? So if there is no credit access, if there is no access to the credit market, അല്ലെങ്കിൽ ഗവൺമെൻറ് ബെയിൽ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആ ബാങ്ക് ഫെയിലായി പോകും. ഇത് ഞാൻ പറഞ്ഞൊരു കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇപ്പോൾ തൃശ്ശൂരും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ ഇതുപോലുള്ള ഈ പോൺസി സ്കീമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ സ്കീംസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് മിക്കവാറും ഇവർ വന്നിട്ട് നിങ്ങളെടുക്ക കുറേ ഇവർക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. ഇവർ വന്നിട്ട് പറയും പിന്നെ ഞാൻ ഇത്ര % റിട്ടേൺസ് തരാം. ആരെങ്കിലും നിങ്ങളെടുക്കുക ഒരു വലിയൊരു ഹൈ റിട്ടേൺസ് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ യു ഷുഡ് നെവർ ഗോ ആൻഡ് ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ദാറ്റ് സ്കീം. കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, ഒരുവിധ എല്ലാ കോപ്പറേറ്റീവ് ബാങ്ക്സിനും ടോക്സിക് അക്കൗണ്ട്സ് കേരളത്തിലുള്ളത്. ഇവരെ അക്കൗണ്ട്സ് ഇതൊന്നും ലിസ്റ്റഡ് കമ്പനീസ് അല്ല, ഇതെല്ലാം കുറച്ച് ആൾക്ക് മാത്രമേ ഇവരെ അക്കൗണ്ട്സിൽ എന്താ നടക്കുന്ന കാര്യങ്ങൾ അറിയും. അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ ബേസ്ഡ് കുറേ ഈ പോൺസി സ്കീംസ് കമ്പനീസ് ഉണ്ട്. ഇന്നാളത്തിൽ നിങ്ങൾക്ക് പേപ്പറിലൊക്കെ അറിയാൻ പറ്റും ഏതൊക്കെയെന്ന്. അപ്പോൾ അതിലൊക്കെ സംഭവിക്കുന്ന ഇതാണ്. കാരണം അവർക്ക് ഡിപ്പോസിറ്റേഴ്സ് അവരെടുക്കുക പൈസയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് there is no access to the credit market for them. So what will happen? The bank will collapse. അതാണ് ഞാൻ ഒരു കാര്യം എന്ന് പറയാൻ വിചാരിച്ചത്. സോ അതിൻ്റെ ഒരു തിങ് എന്ന് വെച്ചാൽ വലിയ എക്കണോമിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ വേഴ്സ്റ്റ് ലോൺസ് ആർ മെയ്ഡ് അറ്റ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. അപ്പോൾ ദിസ് ലീഡ്സ് ടു ദി ക്യാപിറ്റൽ ഡിസ്ട്രക്ഷൻ. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. കുറേ ആൾക്കാർ ഈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ പൈസ ഇട്ടിട്ട് നിങ്ങളെ ക്യാപിറ്റൽ ഡിസ്ട്രക്റ്റും ചെയ്തു. ഇവർ ഈ പൈസ എവിടത്തേക്ക് ഡൈവേർട്ട് ചെയ്തു, നോബഡി നോസ്. സോ അതാണ് അതിൻ്റെ വലിയൊരു ഗുണം. കാരണം അവർ പറയുന്നത് നമ്മൾ ഈ ക്യാപിറ്റൽ കൊണ്ട് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ സം പ്രോജക്ട്സ്, അല്ലെങ്കിൽ വലിയ മെഗാ മാൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സം പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ജസ്റ്റ് ഇമാജിൻ വേർ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എക്സീഡ്സ് ദ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. ഇവൻച്വലി എന്താ സംഭവിക്കുക? നോ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എക്സീഡ്സ് ദ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. സോ വാട്ട് വിൽ ഹാപ്പൻ? ദർ ഈസ് നോ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. അതാണ് ഇപ്പം മിക്കവാറും ഇങ്ങനെയുള്ള ഈ ബാങ്ക്സ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ബാങ്ക്സ് ഒക്കെ ആണ് ഇത് പുറമാണി അവർ വലിയ എന്താ പറയുക കല്യാണ മണ്ഡപം ഉണ്ടാക്കും. കല്യാണ മണ്ഡപത്തിൽ ഇപ്പോൾ ആരാ ഇത്ര വലിയ ചാർജ് കല്യാണ മണ്ഡപത്തിൽ ആരാ പോകുന്നത്? സോ അങ്ങനെയുള്ള ഇത് ബാങ്കിൻ്റെ ഓഡിറ്റോറിയം ഉണ്ടാക്കുക. സോ ഹൗ മച്ച് വെൻ ഈസ് എ ബ്രേക്ക് ഔട്ട് വെൻ യു ആർ ഗോയിങ് ടു റിട്ടേൺ ദി യുവർ ക്യാപിറ്റൽ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ നിങ്ങൾക്ക് എപ്പോഴാണ് അതിനകത്ത് വരിക? സോ ഇതൊരു വലിയൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ മോസ്റ്റ് ഓഫ് ദി ഈ ഷാഡോ ബാങ്കിങ്സ് ഇൻ കേരള they are starving for capital and borrowers are unable to roll over their debts. So this leading to default and bankruptcy. സോ അതാണ് ഞാൻ കേരളത്തിലെ ഈ ഷാഡോ ബാങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ആലോചിച്ചൊക്കെ തിങ്ക് അബൌട്ട് യുവർ മണി ആസ് എ കോമഡിറ്റി. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എവ്രി വൺസ് മണി ഈസ് പ്രെറ്റി മച്ച് ദ സെയിം. സോ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ള സമയത്ത് വൺ വേ ടു ലോവർ ദ പ്രൈസ് ഫോർ യുവർ മണി ഈസ് ബൈ റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജ് ഓഫ് ലോൺസ്. നിങ്ങളെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് യു ലോവർ ദ പ്രൈസ് ഓഫ് മണി. ആ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ you have to pay high price for the things what you are buying from the market. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്കണോമിക്സ് പറയാം നിങ്ങളോട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ആ സമയത്ത് എല്ലാ സ്റ്റോക്കിൻ്റെയും ഹൈ പി നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. സാധാരണ ഒരു കോമൺ സ്റ്റോക്സിനും വളരെ ഹൈ പി ആയിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് മാർക്കറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഒരു തരത്തിലുള്ള ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഹൈ പിയിൽ പോയിട്ട് ഒരു ഓർഡിനറി സ്റ്റോക്ക് വാങ്ങിക്കേണ്ടി വരും. സോ അത് ഞാൻ ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പിന്നെയും മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിലേക്ക് വരുന്നാൽ ഇപ്പോൾ ഇത് അഡാനി പോർട്ട് 2 ദിവസമായി കറക്ഷൻ ചെയ്ത് കാണുന്നുണ്ട്. അഡാനി പോർട്ട് 1488 പക്ഷെ ഞാൻ കാണുന്നത് ഒരു 1450 ആണ് അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ കാണുന്നത്. 1450 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഡൗൺ ഫർദർ ഡൗൺ. പക്ഷെ അഡാനി പോർട്ട് ഈസ് വെരി സ്ട്രോങ് കമ്പനിയാണ് അഡാനി പോർട്ട്.
ഞാൻ കണ്ടെടുത്തോളം അഡാനി ഗ്രൂപ്പിലെ വൺ ഓഫ് ദി ജുവൽ ആൻഡ് ദ ക്രൗൺ എന്ന് പറഞ്ഞ അത്രയും നല്ലൊരു കമ്പനി ആയിട്ട് എനിക്ക് അഡാനി പോയിട്ടുണ്ട്. ഇറ്റ്സ് എ ഹൈലി പ്രോഫിറ്റബിൾ കമ്പനി ഫോർ. സോ ഇന്നിപ്പോൾ ഇത് 2 ദിവസം കറക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. സോ ലെറ്റ് us see if it comes 1450, it is like, you can consider നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ 1450 വരുവാണെങ്കിൽ. സോ പിന്നെ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് IDFC ഫസ്റ്റ് ബാങ്ക് ആയിരുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് ഇന്ന് ഇവിടെ എത്തി എന്നുള്ള കാര്യം നോക്കുകയെന്ന് വെച്ചാൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എന്ന് വെച്ചാൽ അത് ഏകദേശം ഒരു 70 റുപ്യ അതിൻ്റെ ലോവസ്റ്റ് പോയത്. അത് ഓൾമോസ്റ്റ് 1 ഇയർ ലോയിലാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 70 ഒരു 73 റേഞ്ചിൽ ഇഫ് യു വാണ്ട് ടു ഹോൾഡ് ഇറ്റ് ഫോർ എ ലോങ് ടൈം നിങ്ങൾക്ക് അതിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. സോ IDFC ഫസ്റ്റ് ബാങ്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. സോ ഇതൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്. ലെറ്റ് us see മാർക്കറ്റ് ഇന്നിങ്ങനെ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. സോ ഹാവ് എ നൈസ് ഡേ. See you tomorrow. There is no market, but I will update. I'll talk about common man stocks tomorrow that everyone can buy and invest. So have a nice day. Please do subscribe my channel.